പ്രഗതി പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തണം എന്ന് ഇന്നലത്തെ ചർച്ചയിൽ ആവശ്യപ്പെടുകയും കേരളത്തെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തു. അത് കേരളത്തിലെ നൂറുകണക്കിന് കാർഷിക മേഖലയിലെ സംരംഭകർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതി, ആ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ മൈക്രോ ഇറിഗേഷൻ ഉള്ള സ്റ്റേറ്റിൻ്റെ പട്ടികയിലാണ് നിലവിൽ കേരളം ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. സ്ഥിതിവിവരക്കണക്കുകൾ കേരളം കുറവുള്ളതായ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം ഉള്ളതായ സംസ്ഥാനമാണ്. അതുകൊണ്ട് കാറ്റഗറി മാറ്റണം എന്നുള്ള കേരളത്തിൻ്റെ ഡിമാൻഡ് മുമ്പിൽ വെച്ചു. മാറ്റാം എന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കുള്ളതായിരിക്കുന്ന ജലസേചനം ഉൾപ്പെടെ, മൈക്രോ ഇറിഗേഷൻ സംവിധാനം ഉൾപ്പെടെ, ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ കൂടുതൽ പദ്ധതികളും സഹായവും കേരളത്തിന് ലഭ്യമാകും. കേന്ദ്ര സർക്കാരിൻ്റെ അഗ്രിസ്റ്റാക്ക് ഡാറ്റാബേസാണ്. അതിൽ 25 ലക്ഷം കർഷകർ അതിൽ അംഗങ്ങളായിട്ടുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഡാറ്റാബേസ് കതിർ പദ്ധതിയാണ്. കതിർ ആ കതിറിൽ 12.8 ലക്ഷം കർഷകരാണ് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് കർഷകർ അവരുടെ കാർഷിക വിളകൾ, ഭൂവിസ്തൃതി, അവരുടെ കാർഷിക പ്രവർത്തനം, വിപണനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഈ രണ്ട് ഡാറ്റാബേസുകൾ തമ്മിലുള്ളതായ അന്തരം അത് ടെക്നിക്കലി വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ദീർഘകാലമായിട്ടുള്ള കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള കേരളത്തിൻ്റെ ഡിമാൻഡാണ് സെൻട്രൽ കതിർ ഡാറ്റാബേസിലേക്ക് കേരളത്തിൻ്റെ കതിർ ആപ്പിനും കേരളത്തിനും ആക്സസ് വേണം എന്നുള്ളത്. അത് ഇന്നലെ തത്വത്തിൽ സമ്മതിച്ചു. കേരളത്തിന് സെൻട്രൽ ഡാറ്റാബേസിലേക്കുള്ള ആക്സസ് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും.